ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചുകറിയായിട്ട് കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇനിയിപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒരു നുള്ളു വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നത് തിരുമ്മിയെടുക്കാം. നമ്മൾ തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ചെറിയ ഉള്ളി, കുറച്ച് വലിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങേൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചൂടാക്കിയെടുത്താൽ മതി. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറി നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കുക. ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് വറവിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച കറിയുടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിട്ടുള്ള കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.